ഇത്രയും നല്ല മാങ്ങ കിട്ടിയിട്ട് അതിനകത്ത് ഇനി പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് അതിനകത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ട് എന്തിനാ അതിനെ ഉറപ്പിക്കുന്നത്? ആ മാങ്ങ കിട്ടിയ അങ്ങനെ തന്നെ അങ്ങ് മുറിച്ച് ഒന്ന് മെഴുകിക്കോളാം. വേറെ ഒന്നും ആലോചിക്കണ്ട. ഞാനിന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി അതൊന്നും അല്ല കേട്ടോ. അതിൻ്റെ പേര് വേണമെങ്കിൽ നമുക്കൊരു ഇഡ്ഡലിയപ്പം എന്നൊക്കെ വിളിക്കാം. ഞാൻ അതിന് ഇതുവരെ പേരൊന്നും കേട്ടിട്ടില്ല. ഞാൻ അങ്ങനെ വിളിക്കാം തൽക്കാലം. നമ്മുടെ ഒരു ബീഫിൻ്റെ ഒരു സ്നാക്കാം. നോക്കിയാലോ? നമ്മുടെ ഇഡ്ഡലിയപ്പത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് നേരിയരിയാണ്. ഇത് ഏകദേശം ഒരു 150 ഗ്രാമോളം നേരിയരിയുണ്ട്. അത് ഞാൻ ഏകദേശം ഒരു 2.5 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള ഒരു അരമുറി തേങ്ങയാണ്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ അരമുറി തേങ്ങ ഞാൻ അതിൻ്റെ വെള്ളം മാത്രം ചിരണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 മീഡിയം സൈസ് ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീഫ് ഞാൻ എടുത്തിട്ട് അത് ഉപ്പ് മഞ്ഞൾ മുളക് ഇട്ടിട്ട് വേവിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് പൊടികളാണ്. ഉപ്പ് എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളുണ്ട്, 1/4 ടീസ്പൂൺ ഗരം മസാല ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 പച്ചമുളകും ഞാനൊന്ന് രണ്ടും ഒരുമിച്ച് തന്നെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്ങിൻ്റെ പ്രിപ്പറേഷൻ ഫസ്റ്റ് നോക്കാം. ഒരു പാൻ വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്ത് വെച്ച ഉള്ളി ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ എടുത്തു വെച്ച നേരിയരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എടുത്തു വെച്ച തേങ്ങയും കൂടി ആഡ് ചെയ്തു. ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും ഒന്ന് ആദ്യം നന്നായിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റ് ആകുന്ന വിധത്തിൽ അടിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് കൂടെ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ച പച്ചമുളക് ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. കൂടെ തന്നെ എടുത്ത് വെച്ച മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് ബീഫ് ആഡ് ചെയ്ത് കൊടുത്തു. ബീഫ് ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം കുറച്ചിടുമ്പോൾ തന്നെ നല്ല ഫ്ലേവർ കിട്ടും. ഈ ബീഫും അതിൽ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഗരം മസാലയും മല്ലിയില ഇട്ടിട്ട് വാങ്ങാം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ച ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കി ഫില്ലിങ് എങ്ങനെയാന്ന് നോക്കാം. ഇതിൻ്റെ ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നല്ല ഫൈൻ ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ടുണ്ട്.
കുറച്ചൊരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി തന്നെ മതി, അധികം അങ്ങനെ കട്ടിയൊന്നും വേണ്ട. നമ്മുടെ ഒരു അരിദോശയുടെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി തന്നെ മതി. ഇതിന് നമുക്ക് ഇങ്ങനെ അതിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. ഞാനൊരു ഇഡ്ഡലിയുടെ പാത്രം എടുത്തിട്ട് അതിലേക്കൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ ഭാഗത്തും. കാരണം ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ അത് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് വെളിച്ചെണ്ണ നന്നായി ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിൽ നിന്ന് ഒരൽപ്പം ഇതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 2 ടേബിൾ സ്പൂൺ ഞാൻ ഒഴിച്ചു. പക്ഷെ നിങ്ങളുടെ പാത്രത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അത്. പിന്നെ നമുക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കാം. ഇതിന് ഞാൻ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം മതിയാവും, അതിൽ കൂടുതലൊന്നും വേണ്ട. ഏകദേശം ഒരു 10 മിനിറ്റായി. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇതിന് നമുക്ക് ചൂടാറിയതിനു ശേഷം ഇതിൽ നിന്ന് പാത്രത്തിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നാളെ തന്നെ, അല്ല വേണ്ട ഇന്ന് തന്നെ ട്രൈ ചെയ്തോ. നോമ്പ് തീരാറായില്ലേ, നമുക്ക് പരത്തണ്ട, പല്ലെടുക്കണ്ട, ബുദ്ധിമുട്ടണ്ട, ഒന്നുമില്ല. ഒഴിക്കുക, ഫില്ലിങ് ഇടുക, വീണ്ടും ഒഴിക്കുക, ആവിന് സെറ്റ് ചെയ്യുക, സിമ്പിൾ അല്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുവരേക്കും.